അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1342, സൂറത്ത് യൂനുസ് 65 മുതൽ 70 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ യഹ്സുൻക ഖൗലുഹും إن العزة لله جميعا هو السميع العليم. ألا إن لله من في السماوات ومن في الأرض وما يتبع الذين يدعون من دون الله شركاء إن يتبعون إلا الظن وإن هم إلا يخرصون. هو الذي جعل لكم الليل لتسكنوا فيه والنهار مبصرا إن في ذلك لآيات لقوم يسمعون. قالوا اتخذ الله ولدا سبحانه هو الغني له ما في السماوات وما في الأرض إن عندكم من سلطان بهذا أتقولون على الله ما لا تعلمون. قل إن الذين يفترون على الله الكذب لا يفلحون. متاع في الدنيا ثم إلينا مرجعهم ثم نذيقهم العذاب الشديد بما كانوا يكفرون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ولا يحزنك قولهم. സത്യനിഷേധികളുടെ വാക്ക് അങ്ങയെ വേദനിപ്പിക്കാതിരിക്കട്ടെ നബിയെ. ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, നിശ്ചയം പ്രതാപം മുഴുവനും അല്ലാഹുവിനാകുന്നു. ഹുവസ് സമീഉൽ അലീം, അവൻ ഇവരുടെ വാക്കുകൾ കേൾക്കുന്നവനും അവരെ സംബന്ധിച്ച് അറിയുന്നവനുമാകുന്നു. അല, അറിയണം, ഇന്ന ലില്ലാഹി മൻ ഫിസ് സമാവാതി വ മൻ ഫിൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരെല്ലാം അല്ലാഹുവിന് അവകാശപ്പെട്ടവരാണ്. വമാ യത്തബിഉൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ശുറകാ, അല്ലാഹുവിന് പുറമെ പങ്കാളികളെ ആരാധിക്കുന്നവർ എന്തിനെയാണ് പിന്തുടരുന്നത്? ഈ യത്തബിഊന ഇല്ലല്ലന്ന, അവർ ഊഹങ്ങളെ മാത്രമാണ് പിന്തുടരുന്നത്. വൈൻഹും ഇല്ലാ യഖ്റുസൂൻ, അവർ ഊഹിച്ച് കള്ളം പറയുകയാണ് ചെയ്യുന്നത്. ഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല, ആ അല്ലാഹു ആകുന്നു നിങ്ങൾക്ക് രാത്രിയെ സംവിധാനിച്ചത്. ലിതസ്കുനൂ ഫീഹി, ആ രാത്രിയിൽ നിങ്ങൾ സമാധാനം കണ്ടെത്താൻ. വന്നഹാറ മുബ്സിറ, പകലിനെ കാണാൻ പറ്റുന്നതാക്കിയതും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാകുന്നു. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ, നിശ്ചയം ഈ പ്രവർത്തനത്തിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിഖൗമി യസ്മഊൻ, കാര്യങ്ങൾ ശരിയാവണ്ണം ശ്രദ്ധിച്ച് കേൾക്കുന്ന ജനതക്ക്. ഖാലു, ആ നിഷേധികൾ പറഞ്ഞു, ഇത്തഖദല്ലാഹു വലദ, അല്ലാഹു സന്താനത്തെ ഉണ്ടാക്കിയെന്ന്. സുബ്ഹാന, അല്ലാഹു എത്ര പരിശുദ്ധൻ. ഹുവൽ ഗനിയ്യു, അവൻ ആരിലേക്കും ആശ്രയമില്ലാത്തവനാണ്. ലഹു മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അവന്റെ അധീനതയിലാണ്. ഇൻ ഇൻദകും മിൻ സുൽത്താനിൻ ബിഹാദാ, നിങ്ങളുടെ അടുക്കൽ ഇതിന് യാതൊരു തെളിവുമില്ല. അല്ലാഹു സന്താനോൽപാദനം നടത്തിയെന്നതിന് ഒരു രേഖയും നിങ്ങളുടെ കയ്യിലില്ല. അത്തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിന്റെ മേലിൽ നിങ്ങൾ അറിയാത്തത് പറയുകയാണോ? ഖുൽ, നബിയെ അങ്ങ് പറയുക, ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ, നിശ്ചയം അല്ലാഹുവിന്റെ മേലിൽ കളവ് നിർമ്മിച്ചു പറയുന്നവർ ലാ യുഫ്ലിഹൂൻ, അവർ വിജയിക്കുകയില്ല എന്ന്. മതാഉൻ ഫിദ്ദുനിയ, അവർക്ക് ഭൂമിയിൽ ഒരു ചെറിയ സുഖം ഉണ്ട്. സുമ്മ ഇലൈനാ മർജിഉഹും, പിന്നീട് നമ്മിലേക്കാണ് അവരുടെ മടക്കം. സുമ്മ നുദീഖുഹുമുൽ അദാബ ശദീദ്, പിന്നീട് അവർക്ക് നമ്മൾ കഠിനമായ ശിക്ഷ രുചിപ്പിക്കുന്നതാണ്. ബിമാ കാനൂ യക്ഫുറൂൻ, അവർ നിഷേധികളായ കാരണത്താൽ. ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ, അവര് ഭയമില്ലാത്തവരും ദുഃഖിക്കാത്തവരും ആണ് എന്നും അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷങ്ങളുണ്ട് എന്നുമൊക്കെ
നേരത്തെ വിശദീകരിച്ചുവല്ലോ. ആ വിശദീകരണത്തെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധികളായ ആളുകളുടെ നിലപാട് ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക പ്രബോധനവുമായി കടന്നുവരുമ്പോൾ ബിംബാരാധനയിൽ മൂടുറച്ചു പോയൊരു സമൂഹത്തോടാണല്ലോ സംവദിക്കുന്നത്. ആ സമൂഹം അള്ളാഹുവിനെ സംബന്ധിച്ച് ഔലിയാക്കൾ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറയുകയും അവന്റെ പൊരുത്തം സമ്പാദിച്ച് വിജയം വരിക്കുകയും ചെയ്തുവെങ്കിൽ അതിന്റെ നേരെ എതിർദിശയിൽ നിൽക്കുന്ന ഈ നിഷേധികൾ അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് വളരെ പ്രകോപനപരമായ ദുരാരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അള്ളാഹുവെപ്പറ്റി ഒരിക്കലും പറഞ്ഞുകൂടാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ വാക്കുകൾ ഓരോന്നും സ്വാഭാവികമായും അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസമുണ്ടാക്കും. അപ്പൊ നബി തങ്ങളെ ആശ്വസിപ്പിക്കാനാണ് അള്ളാഹു തആല പറയുന്നത്, എന്ത് വലാ യഹ്സുൻക ഖൗലുഹും, നബിയെ ഈ സത്യനിഷേധികളായ ആളുകൾ അവരുടെ നാഥനെ സംബന്ധിച്ച് പറയുന്നത് തങ്ങളെ വേദനിപ്പിക്കാതിരിക്കട്ടെ. രണ്ട് സംഗതിയാണ് അവിടെ ഉള്ളത്. ഇമാം തബരി തന്നെ തഫ്സീറിൽ പറഞ്ഞു, ലാ യഹ്സുൻക യാ മുഹമ്മദു, ഓ നബിയെ തങ്ങളെ വേദനിപ്പിക്കാതിരിക്കട്ടെ ഖൗലു ഹൗലായിൽ മുശ്രിക്കീന ഫീ റബ്ബിഹിം, അവരുടെ നാഥനെ സംബന്ധിച്ച് ഈ ബഹുദൈവാരാധകന്മാർ പറയുന്ന വാക്ക്. അതേപോലെ ഇഷ്റാഖുഹും മഅഹുൽ ഔസാന വൽ അസ്നാം, ബിംബങ്ങളെയും പ്രതിഷ്ഠകളെയും ഒക്കെ അള്ളാഹുവിനോട് ആരാധനയിൽ പങ്കുചേർക്കുക എന്ന പ്രകോപനപരമായ പ്രവർത്തനം, അത് കാണുമ്പോൾ തങ്ങൾക്ക് വിഷമം തോന്നേണ്ടതില്ല. കാരണം ഫൈനൽ ഇസ്സത ലില്ലാഹി ജമീഅ, പ്രതാപം മുഴുവനും അള്ളാഹുവിനാവുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ദുനിയാവിലും ആഖിറത്തിലും പ്രതാപം മുഴുവനും അവനുള്ളതാണ്. അവൻ നിയന്ത്രിക്കുന്നതനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളൂ. അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അനാവശ്യങ്ങൾ ചെയ്താൽ അവർക്കാവശ്യമായ ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അങ്ങനെ അള്ളാഹു അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ ആ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വന്ന് അള്ളാഹുവിന്റെ തീരുമാനത്തെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിയുമില്ലാത്ത വിധം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതാപിയാണ്. അതുകൊണ്ട് അവരുടെ ഈ പ്രകോപനപരമായ സംസാരങ്ങളും ഈ ചർച്ചകളും ഒന്നും തങ്ങൾ ഒരു കാര്യമാക്കിയെടുക്കുകയോ അതിന്റെ പേരിൽ തങ്ങൾക്ക് വിഷമമുണ്ടാവുകയോ ചെയ്യേണ്ടതില്ല. മറിച്ച് തങ്ങൾ അള്ളാഹുവിന്റെ മേലിൽ വരവേൽപ്പിച്ച് പടച്ചവനിൽ വിശ്വാസം അർപ്പിച്ച് തങ്ങൾ മുന്നോട്ടു പോവുക, തങ്ങളെ സന്തോഷിപ്പിക്കാൻ ആവശ്യമായ വഴികൾ അള്ളാഹു തആല ഉണ്ടാക്കിത്തരും എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ താൽപര്യവും ചുരുക്കവും എന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതാണ് വലാ യഹ്സുൻക ഖൗലുഹും, ഇവരുടെ വാക്ക് തങ്ങളെ വേദനിപ്പിക്കാതിരിക്കട്ടെ. ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, നിശ്ചയം പ്രതാപം മുഴുവനും അള്ളാഹുവിനുള്ളതാകുന്നു. ഹുവസ് സമീഉൽ അലീം, അവൻ എല്ലാവരുടെയും വാക്കുകൾ കേൾക്കുന്നവനും എല്ലാവരുടെയും അവസ്ഥ അറിയുന്നവനുമാണ്. ഓരോരുത്തർക്കും അർഹമായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യും എന്നർത്ഥം. എന്നിട്ട് അല്ലാഹു പറയാ, അലാ അറിയണം, ഇന്ന ലില്ലാഹി മൻ ഫിസ് സമാവാതി വ മൻ ഫിൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരെല്ലാം അള്ളാഹുവിനുള്ളവരാണ്. അഥവാ അള്ളാഹുവിന്റെ ഉടമാവകാശത്തിലുള്ളവരാണ് അവരൊക്കെ. അവരുടെ വിഷയത്തിൽ എന്തു തീരുമാനിക്കണമെന്ന് തീരുമാനിക്കാനുള്ള, ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ നിലപാടെടുക്കാനുള്ള ഫൈനൽ അതോറിറ്റി അത് അള്ളാഹുവാണ്. അള്ളാഹു തീരുമാനിച്ചതിന്റെ അപ്പുറം അവരുടെ ജീവിതത്തിൽ ഒന്നും നടക്കില്ല. നമുക്കറിയാമല്ലോ, ഇപ്പൊ നമ്മുടെ താടിയിലൊരു രോമം എപ്പോഴാണ് നിരക്കേണ്ടത്, തലയിലൊരു മുടി എപ്പോഴാണ് പൊഴിയേണ്ടത് എന്നുപോലും തീരുമാനിക്കാൻ നമുക്ക് അവകാശമില്ല. നമ്മുടെ തീരുമാനങ്ങൾ നടപ്പാകുന്നുമില്ല. അതുപോലും തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തെ മറികടക്കാൻ എല്ലാവരും ഒരുമിച്ച് കൂടിയാലും സാധ്യവും അല്ല. ആ വിധം ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരെല്ലാം അള്ളാഹുവിന്റെ അധീനതയിലുള്ളവരാണ്, അധികാരത്തിലുള്ളവരാണ്. അതാണ് അലാ അറിയണം, ഇന്ന ലില്ലാഹി, നിശ്ചയം അള്ളാഹുവിന്റെ അവകാശപ്പെട്ടവരാണ്. മൻ ഫിസ് സമാവാതി വ മൻ ഫിൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ. അതായത് അന്ന ലഹു മുൽക്കസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ അധികാരം അള്ളാഹുവിനാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. വ അന്നൽ മുശ്രിക്കീന യഅ്ബുദൂനൽ അസ്നാമ, മുശ്രിക്കുകൾ ബഹുദൈവാരാധകന്മാർ ബിംബങ്ങളെ ആരാധിക്കുന്നു. എന്നാൽ വഹിയ ലാ തംലികു ശൈആ, ആ ബിംബങ്ങളുടെ അധീനതയിലോ ഉടമസ്ഥതയിലോ സ്വതന്ത്രമായ കൈകാര്യത്തിന് പറ്റുന്ന വിധത്തിലോ ഒരു സംഗതിയും ഇല്ല. ലാ ദർറൻ വലാ നഫ്ആ,
ഒരു ഉപകാരമോ ഉപദ്രവമോ അവർ ഉടമയാക്കുന്നില്ല. അപ്പൊ ആ ബിംബങ്ങളെ ആരാധിച്ചു എന്നതിന്റെ പേരിൽ ഇവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കാനോ ആ ബിംബങ്ങളെ അവഗണിച്ചു എന്നതിന്റെ പേരിൽ ഇവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാക്കാനോ സാധിക്കാത്ത ഒരു ശക്തിയുമില്ലാത്ത വസ്തുക്കളെ ദൈവമാണെന്ന് പറഞ്ഞ് എല്ലാ ശക്തിയുടെയും ഉടമയായ അള്ളാഹുവിനോട് സമന്മാരാക്കുന്ന വൃത്തികേട് അതാണ് ബിംബാരാധകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ചെയ്യാൻ അവരുടെ കയ്യിൽ വല്ല രേഖയും തെളിവുമുണ്ടോ? വലാ ദലീല ലഹും അലാ ഇബാദത്തിഹ, ആ ബിംബങ്ങളെ ആരാധിക്കാനുള്ള ഒരു രേഖയും തെളിവും അവരുടെ കയ്യിലില്ല. ബൽ ഇന്നമാ യത്തബിഊന ഫീ ദാലിക ളുനൂനഹും വതഖറുസഹും വകിദ്ബഹും വയിഫ്കഹും, അവർ സ്വയം മെനഞ്ഞുണ്ടാക്കിയ അവരുടെ കള്ളങ്ങൾ, അവരുടെ ഊഹങ്ങൾ, ആ ഊഹങ്ങളുടെ പിന്നാലെ പോയിട്ടാണ് അവരിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അള്ളാഹു പറയുന്നത്, അലാ അറിയണം ഇന്നലില്ലാഹി മൻ ഫിസ് സമാവാതി വ മൻ ഫിൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുവിന് അവകാശപ്പെട്ടതാകുന്നു. വമാ യത്തബിഉ അല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ശുറകാ, അള്ളാഹുവിന് പുറമെ പങ്കാളികളെ ആരാധിക്കുന്ന ആളുകൾ എന്തിനെയാണ് പിന്തുടരുന്നത്? അഥവാ എന്തു രേഖയാണ് അവർക്കുള്ളത് അതിന്? ഈ യത്തബിഊന ഇല്ലല്ലന്ന, അവർ ഊഹങ്ങളെ അല്ലാതെ പിന്തുടരുന്നില്ല. വൈൻഹും ഇല്ലാ യഖ്റുസൂൻ, അവർ അനുമാനിച്ച് കള്ളം പറയുകയാണ് എന്നല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ബിംബാരാധനക്ക് രേഖയോ തെളിവോ അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല. ബുദ്ധിപരമായി അത്തരം തെളിവുകളെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായ ഒരു സംഗതിയും ഇല്ല. അപ്പൊ ഗ്രന്ഥങ്ങളിലെ രേഖയിലോ അല്ലെങ്കിൽ സാധാരണ മനുഷ്യബുദ്ധിയിൽ പോലുമോ ഈ ബിംബാരാധനയെ മനുഷ്യൻ തന്നെ മെനഞ്ഞുണ്ടാക്കുന്ന വസ്തുക്കളെ ദൈവമാക്കി പൂജിക്കുന്ന അക്ഷന്തവ്യമായ നിലപാടിനെ ന്യായീകരിക്കത്തക്ക യാതൊരുവിധ രേഖയും തെളിവുകളും നിലനിൽക്കുന്നില്ല. കാരണം ഈ ദൈവങ്ങളെ അള്ളാഹുവിനോട് ഏതർത്ഥത്തിൽ തുലനപ്പെടുത്തും? ഏതെങ്കിലും ഒരു നിലക്ക് അള്ളാഹുവിന്റെ ശക്തിയോടോ അല്ലെങ്കിൽ അവന്റെ കഴിവിനോടോ കിടപിടിക്കുന്ന, മുഴുവനില്ലെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ വിഷയത്തിലെങ്കിലും അള്ളാഹുവിനോടൊരു സാമ്യം, അള്ളാഹുവിനെ പോലെ ആരാധിക്കപ്പെടുന്നവരാണ്, ആരാധിക്കപ്പെടേണ്ടവരാണ് എന്ന് ഇവർ വാദിക്കുന്ന ദൈവങ്ങൾക്ക് വേണ്ടേ? എന്നാൽ അങ്ങനത്തെ ഒരു സംഗതിയും ഇല്ലെന്ന് മാത്രമല്ല, അള്ളാഹു സകലമാന അധികാരാധീശത്വങ്ങളുടെയും ഉടമയും ഇവർ എല്ലാ നിലക്കും അള്ളാഹുവിന്റെ അടിമയും എന്ന കണ്ടീഷനാണ് നിലനിൽക്കുന്നത്. അപ്പൊ അടിമയെ ഉടമയോട് സാമ്യപ്പെടുത്തുക എന്ന് പറയുന്ന വൃത്തികേടും അശ്ലീലതയും അതാണ് ബിംബാരാധനയിലൂടെ ഇവർ പുറത്തെടുക്കുന്നത് എന്ന് ചുരുക്കം. അതാണ് അള്ളാഹു പറയണത് വീണ്ടും, ഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല, ആ അള്ളാഹു നിങ്ങൾക്ക് ആകാശങ്ങളെ ആക്കിത്തന്ന, രാത്രികളെ അള്ളാഹു ആക്കിത്തന്നു, ലിതസ്കുനൂ ഫീഹി, അതിൽ നിങ്ങൾ വിശ്രമിക്കത്തക്ക വിധത്തിൽ, അത് ഉപകാരപ്രദമാകും വിധത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി. രാത്രി അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നത് ശാന്തമായി കഴിയത്തക്ക വിധം, രാത്രിയിൽ നിങ്ങൾക്ക് ശാന്തമായി വിശ്രമിക്കാൻ, പകലിന്റെ അലച്ചിലും അതേപോലെ ജോലിഭാരവും അതിൽ നിന്നെല്ലാം ഒരു വിശ്രമത്തോടുകൂടെ സുഖമായി ഒന്ന് ഉറങ്ങാനുള്ള അവസരം, അതിനുവേണ്ടി എല്ലാ ശല്യങ്ങളും ഒഴിവായി, അതേപോലെ തന്നെ ശബ്ദങ്ങളും കോലാഹലങ്ങളും അതിൽ നിന്നെല്ലാം മുക്തി നേടി നല്ല സ്വസ്ഥമായി സ്വൈരമായി ഉറങ്ങാൻ പറ്റും വിധത്തിൽ അവൻ ആ രാത്രിയെ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നു. ഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല, അവനാണ് രാത്രിയെ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നത്, ലിതസ്കുനൂ ഫീഹി, അതിൽ നിങ്ങൾ സമാധാനം കണ്ടെത്താൻ. അയ്യസ്തരിഹൂന ഫീഹി മിൻ നസബിഹിം വകലാലിഹിം വഹറകാതിഹിം, ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, അവരുടെ അധ്വാനങ്ങൾ, ജോലിഭാരങ്ങൾ, പ്രയാസങ്ങൾ, ചലനങ്ങൾ, ഇതിൽ നിന്നെല്ലാം ഒരു ആശ്വാസത്തോടുകൂടെ അവർക്ക് നിൽക്കാൻ രാത്രിയെ അല്ലാഹു തആല സംവിധാനിച്ചു തന്നവനാണ്. അതേസമയം വന്നഹാറ മുബ്സിറ, അല്ലാഹു സുബ്ഹാനഹു വ തആല പകലിനെ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും നിങ്ങൾക്ക് കാണാൻ പറ്റും വിധത്തിൽ, പകലിനെ എല്ലാത്തിനെയും കാണാൻ പറ്റും വിധത്തിൽ വെളിച്ചമുള്ളതാക്കി തന്നതും അല്ലാഹു ആണ്. പകലിനെ വെളിച്ചമുള്ളതാക്കി തന്നു. എന്തിനാ വെളിച്ചമുള്ളതാക്കിയത്? ഐ മുളീഅൻ ലിമആശിഹിം വസഈഹിം വഅസ്ഫാരിഹിം വമസാലിഹിം, ജീവിതോപാധികൾ കണ്ടെത്താനും ജീവിത വ്യവഹാരത്തിന്റെ വിവിധ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കാനും അതേപോലെ അധ്വാനങ്ങളിൽ മുഴുകാനും യാത്രകൾ ചെയ്യാനും അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ വിഷയങ്ങളിലേക്ക് മനുഷ്യൻ പകൽ സമയത്ത് മുഴുവനും അവന്റെ ജോലികളിലൂടെ വ്യാപൃതരായി മുന്നോട്ടു പോകുമ്പോൾ അവർക്ക് യാതൊരു പ്രയാസവുമില്ലാതിരിക്കാൻ പറ്റും വിധത്തിൽ
പകലിനെ പ്രകാശമുള്ളതാക്കി തന്നതും അല്ലാഹുവാണ്. അപ്പൊ പകൽ മുഴുവനും ജോലികൾ ചെയ്തും അധ്വാനിച്ചും ജീവിക്കുന്ന മനുഷ്യന് നല്ല സ്വസ്ഥമായൊന്നുറങ്ങാൻ രാത്രിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസത്തിന് പറ്റിയ സംവിധാനമാക്കി തന്നു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യസ്മഊൻ. കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുന്ന ആളുകൾക്ക് ഇതിലെല്ലാം കൃത്യമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. ശരിയായ തെളിവുകൾ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലെല്ലാം ദൃഷ്ടാന്തങ്ങളുണ്ട് വെച്ചാൽ ഫയഅ്തബിറൂന ബിഹാ. ആ ദൃഷ്ടാന്തങ്ങൾ അവർ ഉൾക്കൊള്ളും, അതിൽ നിന്ന് അവർ പാഠം പഠിക്കും. എന്നിട്ട് അള്ളാഹുവിന്റെ ശക്തിയും അവന്റെ കഴിവും അവൻ ഇത്തരം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിലുള്ള അവന്റെ പവറും അതെല്ലാം അവർ മനസ്സിലാക്കും. അങ്ങനെ പവറുള്ളവനാണ് അള്ളാഹു എന്നവർ മനസ്സിലാക്കിയാൽ പിന്നെ അവരുടെ അങ്ങേയറ്റത്തെ താഴ്മയായ ഇബാദത്ത് അതാ അള്ളാഹുവിന് മാത്രമായി സമർപ്പിക്കാൻ അവർ സർവാത്മന സന്നദ്ധരാവുകയും ചെയ്യും എന്നർത്ഥം. ഖാലു, മുശ്രിക്കുകൾ പറഞ്ഞു, ഇത്തഖദല്ലാഹു വലദാ, അള്ളാഹു സന്താനോൽപാദനം നടത്തിയിരിക്കുന്നു എന്ന്. അള്ളാഹു സന്താനോൽപാദനം നടത്തിയിരിക്കുന്നു എന്ന് ബഹുദൈവവാദികൾ പറഞ്ഞു. സുബ്ഹാനഹു, അള്ളാഹു എത്ര പരിശുദ്ധൻ. അള്ളാഹു താല ഒരിക്കലും അത്തരമൊരു സംഗതി ചെയ്തിട്ടില്ല എന്നർത്ഥം. ലഹു മാഫിസ് സമാവാതി വമാ ഫിൽ അർളി, മറിച്ച് സംഗതി എന്താ? ഹുവൽ ഗനിയ്യു, അവൻ ഐശ്വര്യവാനാണ്, ആരിലേക്കും ആശ്രയിക്കാത്തവനാണ്, ആരുടെ സഹായവും ആവശ്യമില്ലാത്തവനാണ് അള്ളാഹു. സന്താനോൽപാദനം എന്നൊക്കെ പറയുമ്പോ എങ്ങനെ പറഞ്ഞാലും എനിക്ക് പ്രായമാകുമ്പോഴും എനിക്കൊരു ആവശ്യം വരുമ്പോഴൊക്കെ എനിക്കൊരു കൈത്താങ്ങാവാൻ ഒരു സന്താനം എന്നൊരു ചിന്തയും ഒരു സ്വഭാവമൊക്കെ അതിന്റെ പിന്നിലുണ്ടാവുമല്ലോ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു സന്താനത്തിലേക്ക് ആവശ്യമാകുന്നവനല്ല. ഹുവൽ ഗനിയ്യു, അവൻ ഐശ്വര്യവാനാണ്, അവൻ ആരിലേക്കും ഒന്നിലേക്കും ആശ്രയിക്കുന്നവനല്ല. അതുകൊണ്ട് തന്നെ ആരിലേക്കും ആശ്രയിക്കാത്ത അല്ലാഹു തആല സന്താനോൽപാദനം നടത്തി എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ളൊരു പദപ്രയോഗമാണ്. മറിച്ച് ലഹു മാഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുവിന്റെ അധീനതയിലാണ്, അവകാശത്തിലാണ്, അവന്റെ ഉടമയിലാണുള്ളത്. അപ്പൊ പിന്നെ അള്ളാഹു താല പടച്ച വസ്തുക്കളിൽ ചിലത് എങ്ങനെ അള്ളാഹുവിന്റെ സന്താനമാണെന്ന് പറയാൻ പറ്റും? വകുല്ലു ഷൈഇൻ മംലൂകുൻ ലഹു അബ്ദുൻ ലഹു. ഇബ്നു കസീർ രേഖപ്പെടുത്തി, ഈ ലോകത്തുള്ളതെല്ലാം അള്ളാഹുവിന്റെ അടിമകളാണ്, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഉടമയിലുള്ളതാണ്. ആ ഉടമയിലുള്ള സാധനങ്ങളെ അള്ളാഹുവിന്റെ സന്താനം എന്ന അർത്ഥത്തിൽ പരിചയപ്പെടുത്തുന്നത് വളരെ മോശമായ നിലപാടാണ്. അങ്ങനെ ഇനി അള്ളാഹുവിന്റെ സന്താനമാണ് എന്ന് ആരെക്കുറിച്ചെങ്കിലും, ഈസാ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ പുത്രനാണെന്ന് നസാറാക്കൾ പറഞ്ഞു, ഉസൈർ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ മകനാണെന്ന് യഹൂദികൾ പറഞ്ഞു, മലക്കുകൾ പടച്ചവന്റെ പെൺമക്കളാണെന്ന് അറേബ്യൻ മുശ്രിക്കുകൾ പറഞ്ഞു. ഇങ്ങനെ ഇവരെല്ലാവരും വിവിധം പറയുമ്പോൾ ഇതിന് വല്ല രേഖയുമുണ്ടോ? ഇൻ ഇൻദകും മിൻ സുൽത്താനിൻ ബിഹാദാ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു രേഖയും ഒരു തെളിവും ഒരു പ്രമാണവും നിങ്ങളുടെ കയ്യിലില്ല. ഐ ലൈസ ഇൻദകും ദലീലുൻ അലാ മാ തഖൂലൂനഹു മിനൽ കദ്ബി വൽ ബുഹ്താൻ, നിങ്ങൾ ഈ പറയുന്ന പെരുങ്കള്ളത്തിന് രേഖയാക്കാൻ പറ്റുന്ന ഒരു തെളിവും നിങ്ങളുടെ കയ്യിലില്ല. അതഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിന്റെ മേലിൽ നിങ്ങൾക്ക് ഒരു അറിവുമില്ലാത്തതിനെ നിങ്ങൾ കെട്ടിപ്പറയുകയാണോ എന്ന് അള്ളാഹു ചോദിക്കുന്നു. ഇബ്നു കസീർ രേഖപ്പെടുത്തി, ഇൻകാറുൻ വഈദുൻ അകീദുൻ വതഹ്ദീദുൻ ശദീദ്, അള്ളാഹു ഇവരുടെ ഈ വാദത്തെ കടുത്ത ഭാഷയിൽ നിഷേധിക്കുകയും നിരാകരിക്കുകയും അതേപോലെ ഇത്തരമൊരു വാദം ഉന്നയിച്ച് കടുത്ത താക്കീത് അവർക്ക് നൽകുകയും ചെയ്യുകയാണ്. അള്ളാഹു സന്താനോൽപാദനം നടത്തി എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രകോപനപരമായ ദുരാരോപണമാണ് എന്ന് ചുരുക്കം. എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞു, ഖുൽ, നബിയെ തങ്ങൾ പറയുക, ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ, നിശ്ചയം അള്ളാഹുവിന്റെ മേലിൽ കളവ് നിർമ്മിച്ചു പറയുന്നവർ ലാ യുഫ്ലിഹൂൻ, അവർ വിജയിക്കുന്നവരല്ല. അപ്പൊ അള്ളാഹുവിന്റെ മേലിൽ ഇவ்விதം കള്ളം കെട്ടിപ്പറഞ്ഞിട്ട് അവർക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന ധാരണ വേണ്ട. അവര് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുകയില്ല എന്ന് മാത്രമല്ല, അള്ളാഹു തആല കടുത്ത ശിക്ഷക്ക് അവരെ വിധേയരാക്കുക തന്നെ ചെയ്യുമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇബ്നു കസീർ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുന്നത്. അതുതന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടെ വിശദീകരിച്ചു, മതാഉ ഫിദ് ദുനിയാ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളത് ഇഹലോകത്തെ ഒരു ചെറിയ സുഖാനുഭവം അത്രേ. ഈ ദുനിയാവിൽ അവർക്ക് ചെറിയൊരു സുഖം എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം സ്വസ്ഥമായി സന്തോഷത്തോടുകൂടെ കഴിയാനുള്ള ഒരു അനുവാദം അല്ലാഹു തആല നൽകുന്നുണ്ട്. എന്നിട്ടോ സുമ്മ ഇലൈനാ മർജിഉഹും, പിന്നീട് നമ്മിലേക്കാണ് അവരുടെ മടക്കം. സുമ്മ നുദീഖുഹുമുൽ അദാബ ശദീദ ബിമാ കാനൂ യക്ഫുറൂൻ,
അവർ നിഷേധികളായ കാരണത്താൽ അവർക്ക് നമ്മൾ കടുത്ത ശിക്ഷ രുചിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ്. അപ്പോ ഇതിന്റെ ദുരന്തം അവർ അനുഭവിക്കേണ്ടി വരുമെന്ന താക്കീത് അള്ളാഹു നൽകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അവനെ അർഹമായി വിശ്വസിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.